Hello guys, welcome to VJ Chill Bros. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുമ്പോൾ ബീഫ് ബിരിയാണി ഇല്ലെങ്കിൽ ബീഫ് ഖിച്ചടി. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബീഫ് ഖിച്ചടിയാണ് നല്ലത് കാരണം മുമ്പൊക്കെ പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ വെജിറ്റബിൾസ് കൊണ്ട് ഇങ്ങനെ കുക്കറിലൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഖിച്ചടി എന്ന് പറയും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ബീഫിലൊക്കെ ഇട്ടിട്ട് ബീഫ് ബിരിയാണി എന്നൊക്കെ പേരൊക്കെ പറയുന്നു. കറക്റ്റായിട്ട് അറിയില്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടും, നോക്കാം. തൽക്കാലം ഞാൻ ഇതിൻ്റെ പേര് ബീഫ് ഖിച്ചടി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കഷ്ണത്തിൻ്റെ സൈസ് ഒക്കെ വലിയ സൈസാണ്, നീളത്തിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ 2 ചെറിയ ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുക, 2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, പിന്നെ 1 ടേബിൾ സ്പൂണ് ഉപ്പ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യുക. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 20 to 25 അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ അടുത്ത് എത്ര വെക്കാൻ പറ്റുമോ അത്ര നല്ലത്. അപ്പോൾ അതനുസരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെക്കുക. അപ്പോൾ ബീഫ് അങ്ങനെ മാറ്റി വയ്ക്കുക. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള വേണ്ട ഇൻഗ്രീഡിയൻസിൽ പച്ചക്കറികളാണ്. 4 സബോള, 2 തക്കാളി, ജിഞ്ചർ, ഗാർലിക്, തേങ്ങ, പിന്നെ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ടതാണ്, പിന്നെ ഉരുളൻകിഴങ്ങ് 1 അരമുറി, പിന്നെ കറി ലീവ്സ്, കാഷ്യൂനട്ട്, ഗ്രേപ്സ്, ബേ ലീവ്സ്, സ്റ്റാർ അനീസ്, പെരിഞ്ചീരകം, കുരുമുളക്, ഏലക്ക, പട്ട, പിന്നെ 2 ജാതിക്കയുടെ തൊലി. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മതി. ഒരു ചെറിയ 2 സവോള നൈസായിട്ട് വലുതാക്കി അരിഞ്ഞിട്ട് അത് വറുത്തെടുക്കുക. അതുപോലെ അതിൽ കാഷ്യൂനട്ട്, ഗ്രേപ്സ് അതൊക്കെ വറുത്ത് മാറ്റി വയ്ക്കുക. അത് വറുക്കണേണ്ട വീഡിയോ ഞാൻ വെറുതെ ഓരോ വീഡിയോസ് വെറുതെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അതാകുമ്പോൾ നിങ്ങളുടെയും സമയം പോവും. പിന്നെ വെറുതെ എന്തിനാ ഇങ്ങനെ വെറുതെ നീട്ടി കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങളനുസരിച്ചിട്ട് ഞാൻ അത് പറയുക, നിങ്ങളതനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. ഓക്കെ. ഒനിയൻ, കാഷ്യൂനട്ട്, ഗ്രേപ്സ് അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ബാക്കി വന്ന വെളിച്ചെണ്ണ ഈ കുക്കറിൽ ആഡ് ചെയ്യുന്നു. ഈ ഗരം മസാലകളൊക്കെ ഈ വെളിച്ചെണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാലും കുഴപ്പമൊന്നുമില്ല, അത് ആഡ് ചെയ്യുക. പിന്നെ അടുത്തത് 4 സബോളയാണ് എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്യുക. ഇത് പിന്നെ മൂപ്പിക്കുന്ന അതിൻ്റെ ഒരു ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വെക്കുക. അടുത്തത് മാരിനേഷനിൽ വെച്ചിട്ടുള്ള ബീഫ് ഇതിൽ ആഡ് ചെയ്യുക. ഞാനിതിൽ വലിയ പീസാണ് എടുത്തിട്ടുള്ളത്. പീസിൻ്റെ അളവ് നിങ്ങൾ ചെറുതോ വലുതോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വലിയ പീസ് എടുക്കാൻ. അധികം ഓവറായിട്ടുള്ള വലിയ പീസല്ല, നീളത്തിൽ അരിഞ്ഞിട്ടുള്ള കഷ്ണങ്ങൾ അതേപോലത്തെ എടുക്കുക. അതിൽ മസാലകളൊക്കെ പറ്റിയിട്ടുള്ളത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ, അത് പറ്റുക. പിന്നെ അതിൽ ഞാൻ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്തിട്ട് നല്ലോണം യോജിപ്പിക്കുക. പിന്നെ അടുത്തത് ഇത് പറയാനുള്ളത് 6 വിസിലാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഒരു 80% ഈ ബീഫ് കുക്ക് ചെയ്ത് വരുന്ന രീതിയിലായിരിക്കുന്നത്. അടുത്തത് ഒരു 20% എന്ന് പറയുന്നത് അത് റൈസിൻ്റെ ഒപ്പം കുക്ക് ചെയ്യാനാണ്. കറിവേപ്പില വെച്ചിട്ട് കുക്കർ മൂടി ചെയ്തിട്ട് ഒരു 6 വിസിൽ. അങ്ങനെ നമ്മുടെ ബീഫ് 6 വിസിൽ അടിച്ച് സെറ്റായിട്ടുണ്ട്. അതൊരു 80-90% വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഗ്രേവിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങളുടെ ബീഫ് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക. നല്ലോണം ഇങ്ങനെ ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാനുള്ളത് വെജിറ്റബിൾസാണ് കുറച്ച്. അതിൽ പകുതി ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്, അത് വലിയ സൈസായിട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, ഇത് ഓപ്ഷണലാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഖിച്ചടിയോ അല്ലെങ്കിൽ ബിരിയാണി എന്താണെങ്കിൽ ഉദ്ദേശിക്കുന്നത് അത് കിട്ടും. പിന്നെ 3-4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസാണ്, അത് ആഡ് ചെയ്യുക. പിന്നെ തക്കാളി ഒരു 2 എടുത്തിട്ടുള്ളത്, അത് ആഡ് ചെയ്യുക. അടുത്തത് ഇതാവുന്നതും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കണം, കാരണം ഒനിയൻ വറുത്ത് എന്തായാലും മസ്റ്റാണ്. ആ ഒരു ബീഫിലേക്കും റൈസിലേക്കും നല്ലൊരു ഫ്ലേവർ തരും. അപ്പോൾ ഇതെന്തായാലും ഉൾപ്പെടുത്തുക. പിന്നെ കറി ലീവ്സ് ആഡ് ചെയ്യുക. ഇനി ഇതിൽ ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നു. വേറെ പൗഡറുകളോ അതൊന്നും ഇനി ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഇതിൽ ബീഫ് മസാലയോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം, പക്ഷെ ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല, ഇതന്നെ ധാരാളമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന മല്ലിയില, അതേപോലെ ഗ്രേപ്സ് വറുത്തത്,
അതേപോലെ കാഷ്യൂ നട്ട് വറുത്തത്, ഇതൊക്കെ ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. മാറ്റി വെച്ചിരുന്ന സാധനങ്ങളാണ്, ഇതൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യുന്നു. ഇത് നല്ലോണം മിക്സ് ചെയ്യുന്നു. ആ ബീഫും വെജിറ്റബിൾസും ആ മസാലകളും ആ മല്ലിയില അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം 4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നു. ഞാനിതിലെടുക്കുന്നത് 2 ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ്. അപ്പോൾ അതനുസരിച്ച് 4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നു. നല്ലോണം വാഷ് ചെയ്തിട്ട് ഇത് സോക്കൊന്നും ചെയ്ത് വെക്കണില്ല. ഞാൻ 10 മിനിറ്റ് കഴുകുന്നു. 10 മിനിറ്റിൽ അതന്നെ ഇളക്കി ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ബാസ്മതി റൈസാണ്, അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നല്ലോണം ഇളക്കുന്നു, യോജിക്കുന്നു. പിന്നെ ഉപ്പ് ഇതിലിപ്പോൾ നിങ്ങളനുസരിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്യാം. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം. അപ്പോൾ അത് നിങ്ങൾ അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. എപ്പോഴും ഉപ്പ് വെള്ളത്തിൽ പൊടിക്ക് കൂടുതലായിരിക്കണം, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നല്ലോണം യോജിപ്പിക്കുക, നല്ലോണം ഇളക്കുക. പിന്നെ കുക്കർ മൂടി വെച്ചിട്ട് 1 വിസൽ, നമ്മുടെ ബിരിയാണി സെറ്റ്. 1 വിസൽ കഴിഞ്ഞിട്ട് നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ബീഫും അതൊക്കെ നല്ല മിക്സായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനിപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണിയോ അല്ലെങ്കിൽ കിച്ചടിയോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പ്രസൻറ്റേഷൻ പരിപാടികൾ മാത്രം. പിന്നെ ഈ ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ഇതെൻ്റെ ഒരു ഫ്രണ്ട്, കുറച്ച് അകലയിലുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇത് അവന് കുറച്ച് പാർസൽ കൊണ്ടുപോകണം. പിന്നെ എനിക്ക് പറയാമല്ലോ, അവൻ്റെ ലൈഫിൽ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസും കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ അവന് ഒരു ചെറിയൊരു ഇത് വിചാരിച്ചിട്ട് ഞാനത് അവനും കൊടുക്കുന്നു. പിന്നെ അവൻ കുറച്ച് മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. എനിക്ക് പറയാനുള്ളത് ബാക്കിയുള്ളവരടുത്ത് ആരുടെ അടുത്തായാലും ഒരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ ഫ്രണ്ട്സോ അങ്ങനെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ബാക്കിയുള്ളവരെ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന രീതിയിൽ ആരുടെ അടുത്തൊന്നും നിൽക്കരുത്. ആവുന്നതും നല്ല രീതിയിൽ എല്ലാവരുടെ അടുത്തും നിൽക്കുക. പിന്നെ അവനിപ്പോൾ ഈ ഒരു സംഭവം ചെയ്തിട്ട് ഞാനിങ്ങനെ നമ്മുടെ ചാനലിനെ പറ്റി പിന്നെ ആർക്കും അറിയില്ല, ആകെ മമ്മിയുടെ അടുത്ത് മാത്രമേ അറിയുള്ളൂ. പിന്നെ മമ്മിയുടെ അടുത്തും അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങുന്നു, അത് മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ എന്താണ് പേര്, എന്താണ് ഇത്, അതൊന്നും മമ്മി ചോദിച്ചിട്ടില്ല, ഞാൻ പറയാനും നിന്നില്ല. പിന്നെ നമ്മുടെ ബ്രദർ അത് ഉണ്ട്, അവനറിയാം. അങ്ങനെ പിന്നെ നമ്മുടെ ഡിഷിനെ പറ്റി എന്ന് പറയുമ്പോൾ അധികം പൊക്കി പറയുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഫാമിലിയുടെ ഒപ്പോ ഫ്രണ്ട്സിൻ്റെ ഒപ്പോ ഗെറ്റ് ടുഗെദറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഡിഷൊക്കെ ഉണ്ടാക്കുക, നല്ല രീതിയിൽ ഉണ്ടാക്കി നോക്കുക. സോ യു ജസ്റ്റ് മേക്ക് ഇറ്റ് and enjoy. Stay tuned for next videos. Do support us. Thanks for watching. Have a nice day.